അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൂതന്മാരിറങ്ങി വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞ വാക്കാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എല്ലാവർക്കും ഭൂമിയിൽ സമാധാനമില്ല. ദൈവം പ്രത്യേകമായിട്ട് കരുതിയ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ച, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ വിളിയുള്ള, ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിലുള്ളവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കർത്താവ് തരും. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവപ്രസാദമുള്ളവർക്കുള്ള സമാധാനം നൽകി തരുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സൗഖ്യമാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ദൈവകൃപയും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ നിങ്ങൾ ശക്തരും പ്രാപ്തരുമായി തീരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ഓരോ ആരാധനയിലും വലിയ ദൈവപ്രവൃത്തിയെ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഞങ്ങൾ ധ്യാനിച്ചത് വിശുദ്ധ ജീവിതവും ആരാധനയും പ്രാർത്ഥനയും ദൈവവചനവും ജീവിതത്തിൽ നിരന്തരമായിട്ട് സൂക്ഷിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഉണർവിൻ്റെ ഒരു ഭാഗമായി ഈ അന്ത്യകാലത്ത് ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ട് മാറും. അവരുടെ ജീവിതം ഒരു അസാധാരണ ദൈവപ്രവൃത്തിയായി മാറും. അമാനുഷിക തലങ്ങൾ, സൂപ്പർ നാച്ചുറൽ തലങ്ങൾ അവർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. തുടർമാനമായി എല്ലാ ദിവസങ്ങളിലും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾ വലിയൊരു ഉണർവിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. അതിനായി കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ രാവിലത്തെ ഈ പ്രാർത്ഥന നിങ്ങളെ ഉണർവുള്ളവരാക്കി മാറ്റും, ഉന്മേഷമുള്ളവരാക്കി മാറ്റും, ശക്തിയുള്ളവരാക്കി മാറ്റും, കൃപയുള്ളവരാക്കി മാറ്റും. പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഇന്നത്തെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴും അവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവരെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഹോ ഹോ ഹല്ലേലൂയ, ഹാ ഹാ ഹല്ലേലൂയ. ഓ ഹോ ഹോ സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും വാഴ്ത്തിയിടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിന്. മൃത്യുജയനവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴും അവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും
ഞാൻ പാടുമേ മോദമോടെ. ഹോ 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 ഹല്ലേലൂയ. ഹാ ഹാ ഹല്ലേലൂയ. ഹോ 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 ഹല്ലേലൂയ. ഹാ ഹാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോ 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 ഹല്ലേലൂയ. ഹാ ഹല്ലേലൂയ. ഹോ 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 ഹല്ലേലൂയ. ഹാ ഹല്ലേലൂയ. ദൈവവചന ധ്യാനത്തിനായിട്ട് ഹൃദയവും മനസ്സും നമുക്ക് തുറക്കാം. ബൈബിളിൽ കർത്താവ് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, നല്ല നിലത്ത് വീഴുന്ന വിത്ത് 100 മേനി വിളവ് കൊണ്ടുവരും. അത് നമ്മുടെ ഹൃദയമാണ് നല്ല നിലം. യാതൊരു ആകുല ചിന്തകൾക്കും അനുവാദം കൊടുക്കാത്ത, ഒരുക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട, കേൾക്കുന്ന വചനത്തെ മുഴുവനും വിശ്വാസത്തോടെ പിടിച്ചെടുക്കുന്ന നല്ല ഹൃദയത്തെ നല്ല നിലമെന്ന് വിളിക്കാം. അതിൽ വീഴുന്ന വിത്തെല്ലാം 100 മേനി വിളവാണ്. ആ കേൾക്കുന്ന വചനം അവർ പിടിച്ചെടുക്കും, അത് എഴുതിയെടുക്കും, ആമേൻ പറയും, അതിനുവേണ്ടി കൈയടിക്കും, സ്തോത്രം പറയും. അപ്പോഴെല്ലാം അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാം. കേട്ട വചനം അധികം ശ്രദ്ധയോടെയാണ് എല്ലാം കേൾക്കേണ്ടത്. അധികം ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ദൈവവചനമാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി 100 മേനി വിളവുണ്ടാക്കും. അതൊരു വലിയ വൃക്ഷമായി വളരും. അതിൽ ധാരാളം ഫലങ്ങളുണ്ടാകും. യേശു നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായിട്ട് ചിന്തിക്കാനിടയായല്ലോ. 1-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലത് അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചമിരളിൽ പ്രകാശിക്കുന്ന ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ യേശുവിൽ എന്തുണ്ടായിരുന്നു? വചനം ആണ് യേശു. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനിൽ മനുഷ്യർക്കുള്ള വെളിച്ചം ഉണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക്, വചനം ഈ ഭൂമിയിലേക്ക് യേശു എന്ന പേരിലേക്ക് വന്നു. എന്നിട്ട് നമുക്ക് തന്നത് ജീവനാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം എന്ന് യേശു പറഞ്ഞു. ഒത്തിരി പേര് ഇത് കഠിനവാക്കെന്നും പറഞ്ഞു പോയപ്പോൾ യേശു അതിൻ്റെ ആത്മാവും ജീവനും എന്ന സത്യത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. എൻ്റെ മാംസം നിങ്ങൾ തിന്നണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് വെളിച്ചം കിട്ടാത്ത ശിഷ്യന്മാർ പോലും അവനെ വിട്ടുപോയതായിട്ട് വായിക്കുന്നു. ഉടനെ യേശു 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അവർ പറഞ്ഞു, പത്രോസ് എടുത്ത് പറഞ്ഞു കാണും, കർത്താവേ, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലാണ്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? നിത്യജീവൻ. അപ്പോൾ യേശു ആകുന്ന വചനം നമുക്ക് ജീവൻ തന്നു. ആ ജീവനിൽ വെളിച്ചമുണ്ട്. വെളിച്ചമെന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുന്ന വെളിപ്പാടുകളാണ്. യേശു പറഞ്ഞു, വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമ്മെ പലതിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന സത്യങ്ങളായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അടുത്ത വാക്യം നമ്മൾ വായിച്ചു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു,
അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. എങ്ങനെയാണ് ദൈവം അയച്ചത്? നേരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് അയച്ചതാണോ? അല്ല. വാർദ്ധക്യത്തിലുള്ള സക്കരിയാവിനും എലിസബത്തിനും ജനിച്ച ഒരു മകനാണ്. വചനം ജഡമായി തീർന്നതല്ല, അത് യേശു മാത്രമാണ്. ദൈവം അയച്ചു. അപ്പൊ ദൈവം അയക്കുന്ന വഴി നോക്കിയേ ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ് യോഹന്നാൻ. ആ യോഹന്നാനെ എലിസബത്തിലൂടെ അയക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, മാതാപിതാക്കളുടെ താല്പര്യമല്ല. എന്നാൽ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ട്, മക്കൾ വേണം. അത് ദൈവം വെച്ചിരിക്കുന്ന ഡിസയറാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഡിസയർ ആഗ്രഹം ദൈവത്തിനുണ്ട്. എന്താണ്? യേശുവിൻ്റെ വരവിനെ പാത നിരപ്പാക്കണം. യേശുവിൻ്റെ യാത്ര സുഗമമാക്കുക, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആര് ചെയ്യുന്നത്? യോഹന്നാൻ. യേശു ആകുന്ന രാജാവ്, ജീവന്റെ ഉടമസ്ഥൻ, വെളിച്ചത്തിൻ്റെ ഉറവിടം, ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമെടുത്ത് വരുമ്പോൾ ആ യേശുവിൻ്റെ വരവിനെ ഒരു പാത ഒരുക്കുന്ന ജോലിയായിരുന്നു യോഹന്നാൻ. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയ്ക്കും വർഷങ്ങളായിട്ട് മക്കളില്ല. അവർ നീതിമാന്മാരും ദൈവത്തിൻ്റെ എല്ലാ നല്ല വഴിയിലും നടക്കുന്നവരായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങളിൽ കാണാം. ദൈവത്തിൻ്റെ എല്ലാ നല്ല വഴിയിലും നടന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല? യേശു കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് വരാൻ ദൈവം പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. ഇതുപോലെ ഇന്ന് വിഷമത്തിലായിരിക്കുന്ന പല മാതാപിതാക്കളോടും പറയാം, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം പ്രോഗ്രാം ചെയ്തു. നിങ്ങൾക്ക് ഇന്ന് മക്കളില്ലായിരിക്കാം, ചില വർഷങ്ങളായിട്ട് മക്കളെ കണ്ടില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ അത്ഭുത ശിശു സമയമാകുമ്പോൾ പുറത്തു വരും. നിങ്ങൾ അതിനായി കാത്തിരിക്കണം, നിങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്യണം. അത് നിങ്ങളിലൂടെ തന്നെ. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം എന്ന് എലിസബത്തിനെ കുറിച്ച് ഗബ്രിയേൽ മാലാഖ സാക്ഷ്യം പറഞ്ഞതുപോലെ ഡോക്ടർമാർ കൈവിട്ടവർക്ക് 6-ാം മാസം എന്നൊരു ഹിസ്റ്ററി ഉണ്ടാകാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന പല ഫാമിലികളും അത്ഭുതം കാണാൻ പോവുകയാണ്. ഒരു കുഞ്ഞോടെ പിന്നെ ഇനി കുഞ്ഞ് ജനിക്കില്ലെന്ന് പറഞ്ഞവരും, അവർക്ക് രണ്ടാമതും മൂന്നാമതൊക്കെ തലമുറകൾ ഉണ്ടാകുന്ന ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ചിലരെ ചൂണ്ടി പറയുന്നു. അതങ്ങനെ തന്നെ പിടിച്ചെടുക്കാൻ വിശ്വാസമുള്ളവർ അതിനെ പിടിക്കുക. നിങ്ങൾ ആ സാക്ഷ്യം പിന്നത്തേതിൽ ഈ അത്ഭുത സാക്ഷ്യം നിങ്ങൾ എന്നോട് പറയും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അസാധ്യതകൾ സെഖരിയാവിനും എലിസബത്തിനും ഉണ്ടാകാൻ കാരണം യേശു കർത്താവിന് വേണ്ടി ദൈവം ചിലത് വൈകിച്ചതാണ്. യേശു വരുന്നതിന് തൊട്ടു മുമ്പ് ജനിക്കേണ്ടവനാണ് ആര്? യോഹന്നാൻ. അതുകൊണ്ട് സെഖരിയാവേ, എലിസബത്തെ, നിങ്ങൾ എൻ്റെ വഴിയിൽ നീതിയോടെ നടന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നിങ്ങൾ എൻ്റെ വഴികളിൽ നടന്നതുകൊണ്ട് നിങ്ങളുടെ തലമുറ ജനിക്കുമ്പോൾ അത് ലോകമറിയും. അതുകൊണ്ട് യേശു യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. മോശയേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഏലിയാവിനേക്കാൾ, ഏലീശയേക്കാൾ, ദാവീദ് രാജാവിനേക്കാൾ എല്ലാം 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 വലിയവനായിരുന്നു ആര്? യോഹന്നാൻ. അപ്പോൾ വൈകി വരുന്നത് ഏറ്റവും വലിയതായിരിക്കും. നിങ്ങൾക്ക് വൈകി കിട്ടുന്നത് ഇന്ന് വരെ മറ്റു പലർക്കും ലഭിച്ചതിനേക്കാൾ വലിയതായിരിക്കും. ചിലത് വൈകുന്നത് നന്മയ്ക്കാണ്. പെനീന എന്ന സ്ത്രീക്ക് 10 മക്കളോളം ഉണ്ട്. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നാൽ തൻ്റെ ഭർത്താവ് പറഞ്ഞു, ഞാൻ 10 പുത്രന്മാരെക്കാൾ ഞാൻ മതിയാവും, പോരാ, അവൾക്കത് പോരാ. അവൾ ആലയത്തിൽ ചെന്ന് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ,
നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ജീവിതകാലം മുഴുവൻ ഞാനത് നിനക്ക് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നൽകിത്തരും. എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം. വ്യക്തമായി പറഞ്ഞു. അവൾ അപേക്ഷിച്ചതിന് ദൈവം അവൾക്ക് നൽകി. ആ കുഞ്ഞ് ദാൻ മുതൽ ബെർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. അവൻ്റെ വാക്കുകളൊന്നും പാഴായില്ല. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ കാലത്ത് രാജാക്കന്മാരില്ലാത്ത കാലത്ത് ശമൂവേൽ രാജ്യത്തിൻ്റെ നായകനായി തീർന്നു. മാത്രമല്ല 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള കൃപ ദൈവം അവന് കൊടുത്തു. 1ാമത്തെ രാജാവ് വീണപ്പോൾ അടുത്ത ശ്രേഷ്ഠ രാജാവിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേലിനെ ദൈവം ആക്കി. വൈകി വരുന്നത്, പെനീനയുടെ 10 മക്കളിൽ ഒരു മോനെക്കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. എന്നാൽ ഹന്നയ്ക്ക് വൈകി കിട്ടിയത് ലോക ചരിത്രത്തിൽ ഒരു ചരിത്രമായി, അത്ഭുത ചരിത്രമായി. അതുകൊണ്ട് വൈകി കിട്ടുന്നതെല്ലാം ഒരത്ഭുത ചരിത്രമാകും. അത് നിങ്ങൾ കുറിച്ചിടുക. വൈകി വരുന്നത് അത്ഭുതമാകും. നിങ്ങളുടെ വീട് വൈകിയാണോ നിങ്ങൾ പണിയാൻ പോകുന്നത്? ഇതുവരെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ആ വീട് വെക്കാൻ കഴിഞ്ഞില്ല. വൈകി പണിയുന്ന വീട് മറ്റെല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. നിങ്ങളിൽ പലരുടെയും മക്കൾക്ക് വിവാഹ സമയത്ത് നടന്നില്ല. പലരുടെയും വിവാഹം ഒരേ സമയത്ത് ഒത്തിരി കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നില്ലല്ലേ? വൈകി വരുന്നത് അതിശ്രേഷ്ഠമായിരിക്കും. ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് ഈ വചനങ്ങൾ കേട്ട് ധ്യാനിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വൈകിപ്പോയി. വൈകി വരുന്നത് മിറക്കിളായിരിക്കും. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ട് വൈകി വരുന്നതിൻ്റെ പുറകിൽ ദൈവം വലിയ പദ്ധതിയിട്ടിട്ടുണ്ട്. സഖരിയാവെ, എലിസബത്തെ, ക്ഷീണിക്കരുത്, തളരരുത്, മടുക്കരുത്. സഖരിയ വന്നിട്ട് എന്ത് ചെയ്തു? മടുപ്പ് പറഞ്ഞു. ദൂതൻ ഇറങ്ങി വന്ന് ആലയത്തിൽ സഖരിയാവിനോട് പറഞ്ഞു, നിനക്കൊരു മോൻ ജനിക്കാൻ പോകുന്നു, യോഹന്നാൻ എന്ന് പേരിടണം, അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. യോഹന്നാൻ പറഞ്ഞു, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണ്, ഇതെങ്ങനെ നടക്കും? ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. തക്ക സമയത്ത് നടക്കാൻ പോകുന്ന ഈ വചനത്തെ നീ തടഞ്ഞതുകൊണ്ട്, നീ അതിന് തടസ്സം നിന്നു, നീ അവിശ്വസിച്ചതുകൊണ്ട്, നീ അത് സ്വീകരിക്കാഞ്ഞതുകൊണ്ട്, നീ അത് ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട്, നീ അതിന് സ്തോത്രം ചെയ്യാഞ്ഞതുകൊണ്ട് ഇനി നീ ഈ സംഭവം നടക്കും വരെ ഊമനായി പാർക്കുക. കാരണം നെഗറ്റീവ് പറയുമ്പോൾ പലതും ഇനിയും അകന്നു പോകും. ഇതറിയാവുന്ന ദൂതൻ, സ്വർഗത്തിൽ നെഗറ്റീവ് ഇല്ല, ഭൂമിയിലാണ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അവിടെ നെഗറ്റീവ് ഇല്ല, അവിടെ പോസിറ്റീവ് എനർജിയാണ്, അവിടെ വിശ്വാസം മാത്രമേ ഉള്ളൂ, അവിടെ ആനന്ദമാണ്. എന്നാൽ ഭൂമിയിലാണ് ഈ നെഗറ്റീവ് പറയുന്നത്. ഇതെങ്ങനെ നടക്കാനാണ്? അതുകൊണ്ട് ഗബ്രിയേൽ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. തക്ക സമയത്ത് നിറവേറാനുള്ള ഈ വചനം നിറവേറും വരെ നീ ഊമനായി പാർക്കുക. പിന്നെ സഖരിയാവിന് സ്തോത്രവും പറയാൻ പറ്റിയില്ല, ആരാധിക്കാനും പറ്റിയില്ല, ഗുണവും പറയാൻ പറ്റിയില്ല, ദോഷവും പറയാൻ പറ്റിയില്ല. കാരണം ഇത് നിവർത്തിയായേ മതിയാവും. വായടപ്പിച്ചു. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന നന്മയെ നിനക്ക് തരാൻ വേണ്ടി നിന്റെ വാ പോലെ അടപ്പിച്ച് ദൈവ നന്മ നിനക്ക് തരും. ഇത് കേൾക്കുന്ന സഖരിയാമാർ, ദൈവത്തെ ആരാധിക്കുന്ന സഖരിയാവുമാർ അറിയണം, നിന്റെ വായ അടപ്പിച്ച് ദൈവം നിന്നെ ആശ്ചര്യപ്പെടുത്തും. മാത്രമല്ല അതിനുശേഷം നിന്റെ വാ തുറക്കുമ്പോൾ നീ അസാധ്യമായ രീതിയിൽ പ്രവചിക്കാനും പോവുകയാണ്. ചില നാളുകളേക്ക് സഖരിയാവ് വാ അടഞ്ഞു പോയത് ഒരു പ്രവചന ശുശ്രൂഷ തുറന്നു കിട്ടാനായിരുന്നു. പിന്നീട് സഖരിയാവ് വലിയൊരു പ്രോഫറ്റായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. വാർദ്ധക്യത്തിൽ ചെറുപ്പകാലത്തൊന്നുമില്ലാത്ത ഒരു വലിയ പ്രവചന ശുശ്രൂഷയോടെ വൃദ്ധനായ സഖരിയാവും എലിസബത്തും പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നു. ആ വീട്ടിലേക്ക് വലിയ ദൈവമഹത്വം ഇറങ്ങി വന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വൈകി വരുന്നതിൻ്റെ പുറകിൽ എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ ജീവിതത്തിൽ വൈകുന്നത് അവർ പിറുപിറുത്തിട്ടാണ്. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോൾ 40 വർഷം അവരുടെ കനാൻ ജീവിതം വൈകിപ്പോയി. പാലും തേനും ഒഴുകുന്ന മനോഹര ദേശം അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു
100-120 ദിവസത്തിനുള്ളിൽ ലഭിക്കേണ്ട 3-4 മാസത്തിനുള്ളിൽ ഇവർ നടന്ന് കനാനിൽ എത്തേണ്ട ഷോർട്ട് കട്ടാണിത്. ആ ഷോർട്ട് കട്ട് വഴി ദൈവം അവരെ കൊണ്ടുപോയില്ല. കാരണം ജോസഫ് യാക്കോബിനെ കാനാനിൽ നിന്ന് കൊണ്ടുവരാൻ ഇരുമ്പ് രഥങ്ങൾ അയച്ചു. ചെങ്കടൽ വഴി പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഫെലിസ്ത്യർ യുദ്ധത്തിന് വരുമ്പോൾ ജനങ്ങൾ പേടിച്ച് പിന്മാറാതിരിക്കാൻ ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഷോർട്ട് കട്ടുകളെ പലപ്പോഴും, എളുപ്പ വഴികളെ പലപ്പോഴും ദൈവം മാറ്റുന്നത് പിന്മാറ്റത്തിലേക്ക് പോകാനോ അപകടത്തിൽപ്പെടാനോ ഇടയാകാതെ വിശ്വാസത്തിലൂടെ കൊണ്ടുപോയി പണിതെടുക്കാനാണ്. അതുകൊണ്ട് ദൈവം അയക്കുന്ന എല്ലാ വഴികൾക്കും വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ വൈകലിനുമായി സ്തോത്രം ചെയ്യണം. നമ്മളായിട്ട് വൈകിക്കുന്നത് നമ്മുടെ പിറുപിറുപ്പ് നിമിത്തമാണ്. വിശ്വാസം നിമിത്തം നിലനിൽക്കുന്നവർക്ക് വൈകിയാൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൈകിട്ടില്ല. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചിട്ട്, നിങ്ങൾ ആരാധിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട് ചിലത് വൈകിയെങ്കിൽ അതൊരു അത്ഭുതമാകാൻ പോകും. ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് നിങ്ങളുടെ വൈകലിലൂടെ കർത്താവ് ചെയ്യാൻ പോകും. വിശ്വസിക്കാം. നമുക്കിന്ന് കടന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട, ദൈവവചനത്തിൽ നിന്ന് ദൂതുകൾ കേട്ട ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ മക്കളിൽ സംഭവിക്കട്ടെ. ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ശുശ്രൂഷ ഇവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരട്ടെ. വൈകി വരുന്ന അനുഗ്രഹങ്ങൾ ആർക്കുമില്ലാത്ത ഉയർച്ചകളും നന്മകളുമാണെന്ന് ഈ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ കാണട്ടെ. വൈകി ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത അവർ തിരിച്ചറിയട്ടെ. പിശാചിൻ്റെ പദ്ധതികളെല്ലാം തകർന്നു പോകട്ടെ. കർത്താവിൻ്റെ വലിയ കൃപകൾ അവരനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ പുതിയ മേഖലകൾ തുറക്കട്ടെ. തലമുറകൾ, അവർക്ക് വേണ്ടി കരുതി വെച്ച തലമുറകൾ ഉളവാകട്ടെ. വർഷങ്ങളായിട്ട് വൈകിയ പല കാര്യങ്ങളും, വിവാഹം, വിദേശയാത്രകൾ എല്ലാം സൂപ്പർ നാച്ചുറലായിട്ട് തക്ക സമയത്ത് അങ്ങ് കണക്ട് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ശുശ്രൂഷയ്ക്കുള്ള യാത്രകളും എല്ലാം ഈ മക്കൾക്കായിട്ട് തുറക്കട്ടെ. ഈ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പുതിയ നന്മകൾ ഓരോ ദിവസവും നമുക്ക് കാത്തിരിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഈ മാസം ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ നമ്മൾ ഇരിക്കുന്നു. ഈ മാസത്തിൽ വലിയ വിശ്വാസത്തോടെ ഇരിക്കുക. വരുന്ന ജൂൺ മാസം അത്ഭുതങ്ങളുടെ മാസമായിരിക്കും. ഇപ്പോഴേ നമുക്ക് നല്ല ഒരുക്കമുള്ള ഹൃദയത്തോടെ പുതിയ മാസത്തെ എതിരേൽക്കണം. ചില ദിവസങ്ങൾ കൂടി നമുക്ക് ഈ മെയ് മാസത്തിലുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിച്ചും ആരാധിച്ചും യേശുവിനെ കാത്തിരിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. God bless you.